മക്കളെ ഫസ്റ്റ് പാർട്ട് കണ്ടല്ലോ അല്ലേ? സോ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുവാണ്. മാക്സിമം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് ഇത്തവണ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ തകർത്ത് ക്രാക്ക് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ കാര്യം അറിഞ്ഞ് പഠിക്കുക മക്കളെ, സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ മക്കളെ 50K സബിൻ്റെ കാര്യം മറക്കരുത്. കാണുന്നവരെല്ലാം സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മക്കളെ ഇനിയിപ്പോൾ സ്പീഡ് കുറയ്ക്കണം, ഇനി കൺസെപ്റ്റ് കുറച്ചുകൂടെ ബേസിക് ആയിട്ട് പറഞ്ഞു തരണം, അല്ലെ സ്പീഡിൽ പോകണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയാം കേട്ടോ. മനസ്സിലാവുന്നുണ്ടെങ്കിലും ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കമൻറ്റ് ബോക്സിലുണ്ട്. സോ പറയുക. ഓക്കെ, അപ്പോൾ മക്കളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞ കാര്യം ഇതിൻ്റെ അകത്ത് ട്രൂ അല്ലാത്തത്, മക്കളെ ട്രൂ അല്ലാത്തത് ഏതാണ്? അപ്പോൾ ഈ നോട്ട് ട്രൂ എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ വരണം ഫോൾസ് കണ്ടുപിടിക്കാനാണ്. ട്രൂ അല്ലാത്തത് കണ്ടുപിടിക്കുക എന്നാൽ ഫോൾസ് കണ്ടുപിടിക്കുക. ഈ നോട്ട് ട്രൂ എന്ന് എഴുതുന്നത് തന്നെ ഒരു കൊനിഷ്ടാണ് എന്ന് പറഞ്ഞാൽ ട്രൂ അല്ലാത്തത്. അപ്പോൾ ഉടനെ ഫോൾസ് എന്ന് എഴുതി വെച്ചേക്കുക, അല്ലെ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും. പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് ഫോൾസ് ആണോ? ഫോൾസ് എന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അല്ലേ? യെസ്, അറിയാവുന്ന കൺസെപ്റ്റ് ആണ്, അത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഫോൾസ് ആയിട്ടുള്ള കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ ഫസ്റ്റത്തെ ട്രൂ ആണ്. സെക്കൻഡും തേർഡും ഞാൻ പറഞ്ഞുതരാം. തേർഡ് നോക്കിയേ, ലോഗ് എക്സ് കണ്ടിന്യൂസ് ആണ്. ലോഗ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അതിലേക്ക് ഇപ്പോൾ കിടക്കണ്ട. ലോഗ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞല്ലോ. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിരിക്കുന്നത് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. സോ എക്സ് 0 ആകുന്ന ആ കേസ് ഒഴിവാക്കിയിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അത് ഇത്ര ഓർത്താൽ ലോഗ് എക്സ് ഗ്രേറ്റർ ദാൻ 0 കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ലോഗ് എക്സ് കണ്ടിന്യൂസ് ആണെന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ലോഗ് എക്സിൻ്റെ ഗ്രാഫ് നമുക്കറിയാം. ഞാൻ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്ന ഗ്രാഫാണ്. പേന എടുക്കാതെ നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആകാനുള്ള കാരണം ലോഗ് എക്സ് കണ്ടിന്യൂസ് ആണ്, ഇതിങ്ങനെ വരയ്ക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ട്രൂ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ബിയിലോ സിയിലോ ഏതേ ഒരെണ്ണമാണ് ഫോൾസ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഡിഫറൻഷ്യബിൾ. ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് കണ്ടിന്യൂസ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുവാണ്. നിങ്ങളുടെ മനസ്സിൽ കയറേണ്ട ഒരു എക്സാമ്പിളാണ്. കേട്ടോ. ഓക്കെ, രണ്ടെണ്ണം ഒരുമിച്ച് പറയാം. മക്കളെ 2 ഗ്രാഫ് വരയ്ക്കുവാണ് ഇവിടെ. ഒരെണ്ണം നിങ്ങൾക്ക് അറിയാവുന്ന ഗ്രാഫ് തന്നെയാണ്, നിങ്ങൾ ലാബിലൊക്കെ കുറേ ചെയ്തിട്ടുള്ള ഗ്രാഫാണ്. മോഡ് എക്സിൻ്റെ ഗ്രാഫും എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫും ഇരിക്കട്ടെ. ഇത് 2 കണ്ടിന്യൂസ് അല്ലേടാ? 2 കണ്ടിന്യൂസ് ആണ്. ഇത് 0 ആണ്, 0-യിലാണ് ഇത് വന്ന് ടച്ച് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മോഡ് എക്സിൻ്റെ ഗ്രാഫും ഇത് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫും ഓക്കെ ആണല്ലോ. ഇത് അറിയാവുന്ന കാര്യമാണല്ലോ. 2 കണ്ടിന്യൂസ് ആണ്. കാരണം എന്താ, നമുക്ക് പേന ഇങ്ങനെ എടുക്കാതെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വരയ്ക്കാം, അതും ഇതേപോലെ തന്നെ ഇങ്ങനെ വരയ്ക്കാം. പക്ഷേ ഡിഫറൻഷ്യബിലിറ്റിയുടെ കേസ് വരുമ്പോൾ ഈ 2 എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ കാര്യം പിടികിട്ടി. മക്കളെ ഇവിടം വരെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ വന്നു. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കൂർത്തിരിക്കും അല്ലേ, ഷാർപ്പ് എഡ്ജ്. ഇവിടെയോ ഷാർപ്പ് എഡ്ജ് ആണോ? അല്ല, അവിടെ ഇങ്ങനെ ചളിങ്ങി ഇങ്ങനെ പോവാണ്. അപ്പോൾ മക്കളെ ഷാർപ്പ് എഡ്ജ് വരുവാണെങ്കിൽ അവിടെ നോട്ട് ഡിഫറൻഷ്യബിൾ. ഓർത്ത് വെച്ചു, സിമ്പിൾ പരിപാടി. കണ്ടിന്യൂസ് ആണെന്ന് കരുതി ഡിഫറൻഷ്യബിൾ ആണോ എന്നൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, ഷാർപ്പ് എഡ്ജ് വരുന്നിടത്ത് ഡിഫറൻഷ്യബിൾ അല്ല, കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരയ്ക്കാം. പക്ഷെ ഷാർപ്പ് എഡ്ജ് പോയിന്റ്സ് വരുന്ന ഗ്രാഫിലൊക്കെ ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ ഇവിടെ എന്താണ്, 0-ൽ മോഡ് എക്സ് ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, കണ്ടിന്യൂസ് ആണ്, പക്ഷേ മോഡ് എക്സ് 0-ൽ ഡിഫറൻഷ്യബിൾ അല്ല. പക്ഷേ എക്സ് സ്ക്വയർ ഡിഫറൻഷ്യബിൾ ആണ്. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ. കണ്ടിന്യൂസ്. ഇതിൽ ഏതാണ് ശരി? എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആണോ? അതോ എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. മക്കളെ എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ? ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇത് 2 കണ്ടിന്യൂസ് ആണ് എന്ന് കരുതി എല്ലാം ഡിഫറൻഷ്യബിൾ ആണോ നിർബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് പറയാം കണ്ടിന്യൂസ് ആണെന്ന് കരുതി ഡിഫറൻഷ്യബിൾ ആകുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ആകാം, പക്ഷെ കണ്ടിന്യൂസ് ആണെന്ന് കരുതി ഡിഫറൻഷ്യബിൾ ആണെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിരിക്കും. നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്, നോട്ട് ദ പോയിന്റ്. മക്കൾ എഴുതി വെച്ചോ, എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ അല്ല, പക്ഷേ
എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ മോഡ് എക്സിൻ്റെ ഗ്രാഫ് ഓർത്തോണം, കണ്ടിന്യൂസ് ആണ്, പക്ഷേ സീറോയിൽ ഡിഫറൻഷ്യബിൾ അല്ല. കണ്ടല്ലോ, ഇത് തിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് മക്കളെ, കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് തറച്ച് കയറ്റിയത്. എന്താണ്, മോഡ് എക്സ് കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഡിഫറൻഷ്യബിൾ അല്ല ഇവിടെ സീറോയിൽ. കാരണം എന്താ, ഷാർപ്പ് എഡ്ജ് വരുന്നു, അവിടെ ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. ഇതാണ് മനസ്സിലാക്കാനുള്ള കാര്യം. പലർക്കും തിരിഞ്ഞു പോകും. കാരണം എന്താ, ഡിഫറൻഷ്യബിൾ ആണോ കണ്ടിന്യൂസ് എന്നാണ് ഡിഫറൻഷ്യബിൾ, ഇങ്ങനെ ഡൗട്ട് വരും. അപ്പോൾ ഷാർപ്പ് എഡ്ജ് ഓർത്തോണം, മോഡ് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഷാർപ്പ് എഡ്ജ് വരുന്നു, സീറോയിൽ ഷാർപ്പ് എഡ്ജ് ആണ് വരുന്നത്. സോ അവിടെ ഡിഫറൻഷ്യബിൾ അല്ല, പക്ഷെ അത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ ഇവിടെ എന്ത് പറയാം, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഡിഫറൻഷ്യബിൾ ആണോ? അല്ല. കണ്ടിന്യൂസ് ഫംഗ്ഷൻ എപ്പോഴും ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നിർബന്ധമില്ല, പക്ഷേ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫോൾസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടല്ലോടാ. ഫോൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഫോൾസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഇതാണ് നമ്മുടെ ആൻസർ. ബി ആണ് നമ്മുടെ ആൻസർ. എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ അല്ല. അവിടെ ഡിഫറൻഷ്യബിൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഡിഫറൻഷ്യബിൾ. സോ ആ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഇതിൻ്റെ അകത്ത് പറയാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിച്ചാൽ മതി, പക്ഷേ എല്ലാ കൺസെപ്റ്റും അറിഞ്ഞു വേണം മുന്നോട്ട് പോകാൻ. സോ 2020 മാർച്ച് ചോദിച്ച ചോദ്യമായിരുന്നു അല്ലേ? അങ്ങനെ 2020 മാർച്ചിൽ ചോദിച്ച മറ്റൊരു ചോദ്യം. ഇങ്ങനത്തെ ചോദ്യം നിങ്ങൾക്ക് ഇത്തവണത്തെ 2025 എക്സാമിന് പ്രതീക്ഷിക്കാം. കാരണം മക്കളെ, ലാബുമായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഇത്. ലാബിൻ്റെ ആ ഒരു എന്താ പറയുക, ബേസിക് സംഭവങ്ങളും ലാബ് നന്നായിട്ട് ചെയ്യാനുള്ള കൺസെപ്റ്റ് അറിയാവുന്ന കുട്ടികളാണെങ്കിൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. താഴെ തന്നിരിക്കുന്നതിൽ ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ആണ് പറഞ്ഞിരിക്കുന്നത്. എടാ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഇവിടെ നോക്കി, സൈൻ എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാടാ? സൈൻ എക്സിൻ്റെ ഗ്രാഫ് sin x-ന്റെ ഗ്രാഫ് 0, π, 2π, -π, -2π. നമ്മൾ sin x-ന്റെ ഗ്രാഫ് പഠിച്ചിട്ടുള്ള അല്ലേ? നമ്മൾ എന്തായാലും കുറേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെ, sin x-ന്റെ ഗ്രാഫ് പോകുന്നത് ഇതിപ്പോൾ ഇങ്ങനെ വന്ന് കുറച്ച് വൃത്തിക്ക് വരച്ചോണ്ടാണ് മക്കളെ. ഞാൻ എന്തായാലും ഓക്കെ ഇങ്ങനെ പോകുന്ന ഗ്രാഫാണ് സൈൻ എക്സ് അല്ലേടാ? സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്. പൈ മൾട്ടിപ്പിൾസിലൂടെ പോകുന്നതാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്നത് ഏതാണ്? ഇത് കോസ് അല്ലെന്ന് നമുക്ക് മനസ്സിലായി. കോസ് അല്ല, കാരണം പൈ മൾട്ടിപ്പിളിലൂടെ കടന്നു പോകുന്നത്, സീറോയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അപ്പോഴേ ഓർത്തോണം അത് സൈനാണ്. കോസ് സീറോയിലൂടെ അല്ല കടന്നു പോകണം കേട്ടോ. അപ്പോൾ സൈൻ എക്സ് നമുക്ക് കാര്യം മനസ്സിലായി, സീറോയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഏത് വരും? എടാ മക്കളെ, ഈ താഴത്തെ ഭാഗം കൂടെ നമ്മൾ മുകളിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ ലാബിനകത്ത് ചെയ്യുന്ന കാര്യം എന്താണ്? ഈ താഴത്തെ ഭാഗം, ശരിക്കും താഴത്തെ ഭാഗം ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പോൾ താഴത്തെ ഭാഗം നമ്മൾ മുകളിലേക്ക് കയറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണത്? താഴത്തെ ഭാഗം മുകളിലേക്ക് കയറ്റാൻ വേണ്ടി നമ്മൾ ഇതിന് മോഡുലസ് കൊടുക്കത്തില്ലേടാ? ഓർമ്മയുണ്ടോ? അബ്സല്യൂട്ട് കൊടുക്കും അല്ലേ? മോഡുലസ് കൊടുക്കുമ്പോൾ താഴത്തുള്ളത് നേരെ മുകളിലേക്ക് വരും, താഴത്തുള്ളത് നേരെ മുകളിലേക്ക് വരും, മറിച്ചിടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ താഴത്തുള്ളത് മറിച്ചിട്ടിരിക്കണല്ലേ ഇവിടെ? ഈ താഴത്തുള്ളത് ഇങ്ങനെ, അതേപോലെ ഈ താഴത്തുള്ളത് ഇങ്ങനെ മോഡുലസ് കൊടുക്കുമ്പോൾ മറിച്ചിടത്തില്ലേടാ മക്കളെ? അല്ലേ? ഈ നോക്കിയേ ഗ്രാഫ്, പൈയിൽ പിന്നെ 0, -πയിൽ പിന്നെ 0, പിന്നെ 0π, പിന്നെ 0π, പിന്നെ അങ്ങനെ പോകുന്നു 2π. കണ്ടോ? അപ്പോൾ എന്താണ്, മോഡുലസ് കൊടുക്കുമ്പോഴാണ് താഴത്തുള്ളതും കൂടെ നെഗറ്റീവ് മാറ്റി പോസിറ്റീവിലേക്ക് വരുന്നത്. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് നേരെ തിരിച്ചിടുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഇതേപോലെ തന്നെ കോസ് എക്സിൻ്റെ ഗ്രാഫ് കണ്ടാലും തിരിച്ചറിയണം, കോസ് എക്സ് സീറോയിലൂടെ അല്ല കടന്നു പോകണം കേട്ടോ. അതപ്പോൾ ഓർത്തോണം, സീറോയിലൂടെ കടന്നു പോകണം സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതിനകത്തെ സൈൻ മോഡ് എക്സ് ആണ് നമ്മുടെ ആൻസർ. ചിലർക്ക് സംശയം വരും, ഇതാണോ എന്ന് സംശയം വരും. അപ്പോൾ മോഡ് ഫുൾ ആ ഫംഗ്ഷനെയാണ് നമ്മൾ മറിച്ചത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ്, ഫൈൻഡ് ഓൾ ദ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ. ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കാനാണ്, എവിടെയെങ്കിലും കണ്ടിന്യൂസ് ആകാത്ത കേസ് ഉണ്ടോ എന്ന് അറിയാനാണ് കേട്ടോ. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിലെ കാര്യമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് കണ്ടല്ലോ 1. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതേപോലെ ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. നമ്മൾ നേരത്തെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു നമ്പർ ലൈൻ അങ്ങ് വരച്ച് വെക്കുക. പിന്നെ എന്താ 1ൽ 0. അപ്പോൾ അതെ 1ൻ്റെ കാര്യമാണ് ഇവിടെ, 1ൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടല്ലോ, 1ൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1ൻ്റെ നേരെ =1ൽ എന്താടാ 0. അപ്പോൾ =1ൽ 0. ഇനി
ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ് ഇത് ലെസ് ദാൻ്റെ മീനിങ് അറിയാമല്ലോ അല്ലേ? ഈ വാ തുറന്നിരിക്കണം വലുത്, ഇപ്പുറത്ത് ചെറുത്. അപ്പോൾ 1 വലുത്, 1നേക്കാൾ ചെറിയ എക്സുകൾക്ക്, 1നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ മക്കളിത് ഓർത്തോണത് ഇങ്ങോട്ടാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് കേട്ടോ. കുറച്ചൊരു മനസ്സിലാക്കാൻ വേണ്ടി, ഇങ്ങോട്ടാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ്, ഇങ്ങോട്ടാണെങ്കിൽ അപ്പുറത്തെ സൈഡ്. ഓക്കെ, അപ്പോൾ 1നേക്കാൾ ചെറിയ എക്സുകൾക്ക് ആരാണ് ഫംഗ്ഷൻ? 1നേക്കാൾ ചെറുത് വരുമ്പോൾ x+2 ആണ് ഫംഗ്ഷൻ. അപ്പോൾ 1നേക്കാൾ ചെറുത് വരുമ്പോൾ ഇവിടെ x+2, 1നേക്കാൾ വലുത് വരുമ്പോൾ x-2. സോ ഇത് രണ്ടും നമ്മൾ അടയാളപ്പെടുത്തി. എന്ത് ചെയ്യണം? 2 അയൽക്കാരും 2 ആൾക്കാരാണ്. മക്കളെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. കൺസെപ്റ്റ് ചെയ്യാൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ 2 പേരും 2 അയൽക്കാർ 2 ആൾക്കാരാണ്. അപ്പോൾ 2 പേരും ഒന്നാണോ എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? LHL RHL സെപ്പറേറ്റ് കണ്ടുപിടിക്കണം അല്ലേ മക്കളെ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്, ലൈക്ക് ചെയ്യുക, മാക്സിമം കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ LHL RHL നമുക്ക് കണ്ടുപിടിക്കാം. LHL അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് RHLലേക്ക് പോവാം. അല്ല, അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ വാല്യൂലേക്ക് പോവാം. അപ്പോൾ LHLും RHLും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. എല്ലാ ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ തന്നെയാണ് മക്കളെ പരിപാടി. LHL RHL മക്കളെ നോക്കിക്കോണേ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്കറിയാവുന്ന പോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1ൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ 1ൻ്റെ ഇടതുവശത്തുള്ളത്, 1ൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതേപോലെ ഇവിടെ 1ൻ്റെ വലത് സൈഡിലെ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1ൻ്റെ ഇടതുവശത്തെ ഫംഗ്ഷൻ ആരാടാ? 1ൻ്റെ ഇടതുവശത്തെ ഫംഗ്ഷൻ x+2. സിമ്പിൾ പരിപാടി. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം. ഈ എക്സ് എടുത്ത് ഈ 1 എടുത്ത് നേരെ എക്സിന് ഇട്ട് കൊടുക്കുക. മക്കളെ -1 അല്ല കേട്ടാ, മണ്ടത്തരം കാണിക്കല്. ഈ മൈനസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ആ -1 കൊണ്ട് ഇവിടെ കൊണ്ട് ഇട്ട് കൊടുക്കരുത്, മണ്ടത്തരം കാണിക്കില്ലേ. ഈ 1 എന്നുള്ളത് 1ൻ്റെ ഇപ്പുറത്ത് മൈനസ് വന്നു കഴിഞ്ഞാൽ -1 എന്ന് പറയാം. പക്ഷെ 1ൻ്റെ മുകളിൽ കൊണ്ട് മൈനസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് 1ൻ്റെ ലെഫ്റ്റിൽ കിടക്കുന്ന ഫംഗ്ഷൻ ലെഫ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ 1 എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്ത് നോക്കിയടാ, 1+2. ചിലർ ഈ -1 ഇട്ട് കൊടുക്കുക. അതാണ് ഈ പ്രശ്നം. നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റ്. ഫ്രണ്ടിൽ കൊണ്ട് മൈനസ് ഇടുവാണെങ്കിൽ മക്കൾ ഒന്നുകൂടെ പറയാം, ഫ്രണ്ടിൽ മൈനസ് ഇടുവാണെങ്കിൽ -1 എന്നാണ് എൻ്റെ മീനിങ്. പക്ഷേ മുകളിൽ കൊണ്ട് മൈനസ് ഇടുവാണെങ്കിൽ അതിൻ്റെ മീനിങ് 1ൻ്റെ ലെഫ്റ്റ് എന്ന് കാണിക്കാൻ. ഇത് പോസിറ്റീവ് തന്നെയാണ് കേട്ടല്ലോ. ഓക്കെ, തെറ്റിക്കല്. അപ്പോൾ 1+2 ഇട്ട് കൊടുത്ത് 1 ഇട്ട് കൊടുത്ത് എക്സിന് പകരം 1+2 3 കിട്ടി. അതേപോലെ റൈറ്റ് സൈഡിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1+, 1ൻ്റെ റൈറ്റ് സൈഡിൽ ആരാടാ? x-2. ഇനി ഈ 1 എടുത്ത് നേരെ എക്സിന് പകരം ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1 - 2. 1ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാടാ? 1ൽ നിന്ന് 2 കുറച്ചാൽ -1. ലെഫ്റ്റിലെയും റൈറ്റിലെ അയൽക്കാർ സെയിം ആണോ? അല്ല. സെയിം ആണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ അവിടെ ലെഫ്റ്റും റൈറ്റും രണ്ടും 2 ആൾക്കാരാണ്. ഇവിടെ ലെഫ്റ്റിൽ 3ഉം റൈറ്റിൽ -1 കിട്ടി. അപ്പോഴേ നമുക്ക് പറയാം അവർ തമ്മിൽ ഒന്നിക്കത്തില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് പോകത്തില്ല റിലേഷൻ. അപ്പോൾ LHL നോട്ട് ഈക്വൽ ടു RHL. Therefore F ഈസ് ഡിസ്കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് അല്ല എന്ന് എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ F ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് x = 1. അപ്പോൾ 1ൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. അവിടെ വെച്ചാൽ റിലേഷൻ അവിടെ തീരും. 1ൽ ഡിസ്കണ്ടിന്യൂറ്റി ചോദിച്ചുകൊണ്ടാണ് ഡിസ്കണ്ടിന്യൂസ് എഴുതിയത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, F ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് x = 1. രണ്ടും ഒന്ന് തന്നെ. ഓക്കെ, 2016 ചോദിച്ച ക്വസ്റ്റ്യൻ മക്കളെ ഇതേപോലെ തന്നെ നല്ല കിഡിലിനായിട്ട് നമുക്ക് ചെയ്യാം. മക്കളെ വേഗം പേപ്പറും പേനയൊക്കെ എടുക്കുക. മനസ്സിലായവർ എൻ്റെ കൂടെ വീഡിയോ പോസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കാനാണ്. സോ ഇവിടെ നമുക്ക് മനസ്സിലായി 2ലാണ് ഇവർ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ 2 എന്ന് അടയാളപ്പെടുത്തി. ഇനി എന്താടാ? 2നേക്കാൾ വലിയ എക്സുകൾക്ക് ആരാണ് ഫംഗ്ഷൻ? 2x-3. 2നേക്കാൾ വലുത് വരുമ്പോൾ ഇപ്പുറത്ത് 2x-3. അതേപോലെ 2നേക്കാൾ ചെറുതും ഈക്വലും വരുമ്പോൾ ആര് തന്നെയാണ്? കണ്ടല്ലോടാ, 2നേക്കാൾ ചെറുതും ഈക്വലും വരുമ്പോൾ ആര് തന്നെയാണ്? 2x+3. അപ്പോൾ 2നേക്കാൾ വലുത് വരുമ്പോൾ ഈ ഫംഗ്ഷനും 2നേക്കാൾ ചെറുതും ഈക്വൽ വരുമ്പോൾ 2x+3 ആണ്. അപ്പോൾ 2നേക്കാൾ ചെറുത് വരുമ്പോൾ ഇവിടെയല്ലേ, അവിടെ ആരാണ്? 2x+3 ആണ്. അതേപോലെ ഈക്വൽ വരാൻ നേരത്തെ ഇതിൻ്റെ മുകളിൽ കൊണ്ട് എഴുതുവാണേ, അവിടെ ആരാണ്? 2x+3. യെസ്, ഇത്രയും ഞാൻ വരച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. ആദ്യം LHL RHL. എല്ലാം സെയിം പരിപാടി. ഇതിനാണ് ചിലവർ ടഫാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. LHL RHL. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ പോലെ തന്നെ ലിമിറ്റ് മക്കളെ നല്ല മനസ്സിലാക്കി നല്ല രസിച്ചെഴുതാം. എക്സ്റ്റെൻസ് ടു ഏതിൻ്റെ കാര്യമാണ്? 2ൻ്റെ ഇടതുവശത്തെ അല്ല കണ്ടുപിടിക്കേണ്ട ആദ്യം. അപ്പോൾ 2 -
2ൻ്റെ ഇടതുവശത്തുള്ള ഫംഗ്ഷൻ, ഇപ്പുറത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2ൻ്റെ വലതുവശത്തുള്ള റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ. ഓക്കെ, ഇട്ട് കൊടുക്ക്. ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരാടാ, അതേപോലെ 2ൻ്റെ റൈറ്റ് സൈഡിൽ ആരാടാ നോക്ക്. 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2x + 3 അല്ലേ, അപ്പോൾ ഇവിടെ ഞാൻ 2x + 3. 2ൻ്റെ റൈറ്റ് സൈഡിൽ 2x - 3. നേരെ എക്സിന് കൊണ്ട് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇവിടെ എക്സിന് കൊണ്ട് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. എന്ത് വരും? ഇവിടെ 2 ഇൻറ്റു ഈ 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 + 2 4, 4 + 3 7. ആദ്യം മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമേ കൂട്ടാവുള്ളൂ കേട്ടോ. അറിയാമെങ്കിൽ കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കുക. പക്ഷേ നിങ്ങൾ തെറ്റിക്കില്ല. ഇത് തമ്മിൽ കൂട്ടി 5 × 2 10 എന്ന് എഴുതി വെക്കില്ല. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷമേ അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യാവുള്ളൂ. അതേപോലെ ഇപ്പുറത്തും എക്സിന് ഇട്ട് കൊടുക്കുമ്പോൾ 2 × 2 - 3, 2 × 2 4 - 3, 4 നിന്ന് 3 കുറച്ചാൽ 1. അയൽക്കാർ ഇവിടെയും ചേർന്ന് പോകത്തില്ല, ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കാര്യം എഴുതി വെക്കുക. therefore LHL not equal to RHL. സെയിം പരിപാടി വീണ്ടും. therefore ഫംഗ്ഷൻ അല്ലെങ്കിൽ f is discontinuous at x = 2. x = 2ൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് സിമ്പിളായിട്ട് എഴുതി വയ്ക്കും. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. മക്കളെ സെയിം മെത്തേഡ് തന്നെയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കണമെന്നാണ് എൻ്റെ ഒരു സംശയം. അപ്പോൾ ഇവിടെ 1 ആണ്. 1ൻ്റെ കേസിൽ ഇവിടെ 1 1നേക്കാൾ ചെറുത് വരുമ്പോൾ അല്ലെങ്കിൽ ഈക്വൽ ടു വരുമ്പോൾ ആരാണ്? x⁻10 - 1. x⁻10 - 1 ഈക്വൽ വരുമ്പോഴും അവൻ തന്നെ x⁻10 - 1. ഇനി 1നേക്കാൾ ചെറുത് വരുമ്പോൾ x², 1നേക്കാൾ വലുത് വരുമ്പോൾ x². സിമ്പിളായിട്ട് ചെയ്യാലോ. എടാ മക്കളെ, ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യണതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആണ് അല്ലേന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? ദേ ഈ 2 ഇവിടെ ഇട്ട് കൊടുത്ത് നോക്കി. അപ്പം 4 + 3 എത്രയാ? 7. ഈ 2 ഇവിടെ ഇട്ട് കൊടുത്ത് നോക്കി. 2 × 2 4 - 3 എത്രയാ? 1. ഇവിടെ 7ഉം ഇവിടെ 1ഉം ഡിസ്കണ്ടിന്യൂസ്. പെട്ടെന്ന് പറയാം. പക്ഷേ ഈ സ്റ്റെപ്പിന് മാർക്ക് കൊണ്ട് അപ്പോൾ ഇത് എഴുതി വെച്ചോണം കേട്ടോ. ദേ ഇവിടെ കണ്ടിന്യൂസ് ആണോ അല്ലേ നോക്കിയാടാ മക്കളെ. അത് നിങ്ങൾ LHL കണ്ടുപിടിക്കുക. ഇത് ഞാൻ സ്റ്റെപ്പായിട്ട് പറയണോ? ചുമ്മാ സമയം കളയണ്ടല്ലോ എന്ന് ഓർത്താണ്. ഇപ്പോൾ തന്നെ ഏകദേശം 15, 16, 17 മിനിറ്റായി. അപ്പോൾ ഇത് അതേപോലെ തന്നെ at x = 1 അല്ലേ. 1ൻ്റെ കേസിൽ LHL RHL കണ്ടുപിടിക്കുക. അതെ, അത് നിങ്ങൾ LHL കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1/10 - 1. 1/10 വന്നാൽ 1/100 വന്നാൽ 1/1000 വന്നാൽ 1 എത്ര തവണ ഇൻറ്റു ചെയ്താൽ എന്ത് തന്നെയാടാ? 1. സോ 1/10 1 അല്ലേ? സംശയമുള്ള കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കുക കേട്ടോ. 1/10 1 ആണ്. 1 - 1 എത്രയാടാ? 0. അപ്പോൾ ലെഫ്റ്റ് സൈഡ് 0 കിട്ടി. റൈറ്റ് സൈഡിൽ 1 ഇട്ട് കൊടുത്തു. 1ൻ്റെ സ്ക്വയർ എത്രയാ? 1. LHLും RHL ഈക്വൽ ആണോ? അല്ല. അവിടെ നിന്ന് എഴുതി വെക്കാം. LHL not equal to RHL. therefore f is discontinuous at x = 1. x = 1ൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. എഴുതിക്കൊള്ളുമല്ലോ. ഹോംവർക്ക് നിങ്ങളുടെ പരിപാടി. കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഹോംവർക്കായിട്ട് എഴുതിക്കോ കേട്ടോ. 2019 ചോദിച്ച നല്ല കിടിലൻ ക്വസ്റ്റ്യൻ. ഓക്കെ, 19 ചോദിച്ച നല്ല കിടിലൻ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ദ ഫംഗ്ഷൻ ഹൂസ് ഗ്രാഫ് ഈസ് ഗിവൺ ബിലോ. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ ഒബ്റ്റൈൻഡ് ഇൻ ദ പാർട്ട് എ. അപ്പോൾ ഇതിൻ്റെ ബി പാർട്ട്, ഇതിനൊരു സി പാർട്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പറയാം. അപ്പോൾ ഈ ഫംഗ്ഷൻ എഴുതാനാണ് മക്കളെ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, ലാബുമായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് 2019 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് വരും നോക്കാം. ഈ ഫംഗ്ഷൻ നോക്കിയുടെ മക്കളെ, ഇതൊരു ഇവിടം തൊട്ട് ഇവിടം വരെ യു പോലെയും പിന്നെ ഇങ്ങോട്ടേക്ക് വി പോലെയാണ്. അപ്പോൾ യു പോലെ ഇങ്ങനെ ഗ്രാഫ് നമുക്കറിയാം എന്താണ്? x². വി പോലെ ഇങ്ങനെ ഗ്രാഫ് എന്താണ്? mod x. സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ വാല്യൂ അവരൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ വാല്യൂ വന്നിരിക്കുന്നത്. ആദ്യത്തെ x, രണ്ടാമത്തെ y, അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്കറിയാം എക്സിൻ്റെ നേരെ ഗ്രാഫ് മനസ്സിലേക്ക് തന്നെ ഇല്ലാത്തവരോട് നോക്കിയോ. 2 ഇട്ട് കൊടുത്തപ്പോൾ 2 തന്നെ കിട്ടി. 3 ഇട്ട് കൊടുത്തപ്പോൾ 3 തന്നെ കിട്ടി. അപ്പോൾ ഇത് mod x എന്ന് പറഞ്ഞേണ്ട കാര്യമില്ല. mod x എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തിട്ട് കൊടുത്താലും അത് തന്നെയാണ്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാലും മതിയല്ലേ? എക്സ്. കാരണം ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ്, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ്. കാരണം രണ്ടും ആൾക്കാർ തന്നെ. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3. അപ്പോൾ നിങ്ങൾക്ക് mod x എന്ന് പറയാം. നമുക്കിത് വി പോലെ ഇരിക്കുമ്പോഴത്തേക്കും mod x എന്നൊരു ചിന്ത വരുമല്ലോ. അപ്പോൾ അങ്ങനെ പറയാം. ഇവിടെ എന്താടാ? -1 ഇതാണ് എക്സ്, ഇത് വൈ.
-1 ഇട്ട് കൊടുത്തപ്പോൾ 1 കിട്ടി, -2 ഇട്ട് കൊടുത്തപ്പോൾ 4 കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സിൻ്റെ സ്ക്വയർ ആണ് വൈ അല്ലേ. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് തന്നെയാണ് നമ്മുടെ വൈ. ഓക്കെ, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് തന്നെയാണ് നമ്മുടെ വൈ, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ ആണ് നമ്മുടെ വൈ. വൈ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഈ പോയിന്റാണ് വൈ. ആദ്യത്തെ എക്സും രണ്ടാമത്തെ വൈയും. ഫംഗ്ഷൻ എഴുതാനാണ് പറഞ്ഞത്. സോ മക്കളെ ഫംഗ്ഷൻ എഴുതാന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. രണ്ട് കാര്യമുണ്ട്. ഇതേ 0യിൽ 0 തന്നെ, 0 അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇനി 0യേക്കാൾ ചെറുത് വരുമ്പോഴും 0യേക്കാൾ വലുത് വരുമ്പോഴും എന്താണ്? 0യേക്കാൾ ചെറുത് വരുമ്പോൾ എക്സ് സ്ക്വയർ. ഓക്കെ, കാര്യം മനസ്സിലായി. 0യേക്കാൾ വലുത് വരുമ്പോൾ ഇങ്ങനെ പോണു, വി പോലെ പോണു. അത് വേണേൽ മോഡ് എക്സ് എന്ന് എഴുതാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ വെറും എക്സ് എന്ന് എഴുതാം. എന്തായാലും കുഴപ്പമില്ല. മോഡ് എക്സ് എന്ന് എഴുതാം. അയ്യോ, ഞാൻ എഴുതിയപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. 0യേക്കാൾ ചെറുത് വരിക, മുകളിലാണ് ലെസ് ദാൻ ഇട്ട കേട്ടോ മക്കളെ, മാറല്ലേ. 0യേക്കാൾ ചെറുത് വരുമ്പോൾ ആരാണ്? എക്സ് സ്ക്വയർ. 0യേക്കാൾ വലുത് വരുമ്പോൾ ആരാണ്? മോഡ് എക്സ് അല്ലെങ്കിൽ എക്സ്. എക്സ് എന്ന് എഴുതാം അല്ലെങ്കിൽ മോഡ് എക്സ് എന്ന് എഴുതാം. രണ്ടും ഒന്ന് തന്നെയാണ്, നോ പ്രോബ്ലം. ഞാനിപ്പോൾ എക്സ് എന്ന് എഴുതി, കാരണം കുറച്ചുകൂടെ സിമ്പിൾ ആണല്ലോ. കാരണം ഇവിടെ എക്സ് ഇവിടെ എക്സ് ഇവിടെ എക്സ് ഇവിടെ എക്സ്, അപ്പോൾ രണ്ട് സെയിം ആണെന്ന് മനസ്സിലായി മക്കളെ. എക്സിൻ്റെ ഗ്രാഫ് അറിയാമല്ലോ. മോഡ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ വരുന്നതാണ് മോഡ് എക്സ്. അതിൻ്റെ പകുതിയാണ് ഇത്. ശരി, മോഡ് എക്സ് എന്ന് എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. എങ്കിലും ദേ ഇത് നോക്കി, ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എക്സ് എന്നാണ്. നിങ്ങൾ മോഡ് എക്സ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മോഡ് എക്സ് ഇട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മോഡ് എക്സ് ഇട്ടാലും കറക്റ്റ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ മോഡ് എക്സ് എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി എന്തുകൊണ്ടാണ് ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ, എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ മോഡ് എക്സ് ആണ്, നോ പ്രോബ്ലം. ഇനി നമുക്കറിയാവുന്നൊരു കണ്ടീഷനിലെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മോഡ് എക്സ് എന്തായി മാറും? ലെസ് ദാൻ 0 ആണെങ്കിൽ മോഡ് എക്സ് മൈനസ് എക്സും, ഗ്രേറ്റർ ദാൻ 0യിൽ മോഡ് എക്സ് എക്സും അല്ലേ. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 0യിലെ കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എക്സ് എന്ന് എഴുതിയാൽ മതി. ഇപ്പോൾ ഓക്കെ ആയോ? ഇപ്പോൾ ഓക്കെ ആയോ എന്തുകൊണ്ടാണ് എക്സ് എന്ന് വന്നത്? ഓക്കെ ആ, യെസ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു. നമ്മളോട് ചോദിച്ചത് റൈറ്റ് ദ ഫംഗ്ഷൻ എഴുതാനാണ്. ഫംഗ്ഷൻ എഴുതി 1 മാർക്ക് കിട്ടി. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ 2 മാർക്ക്. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഇതിനെ ഒരു നമ്പർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയി അല്ലേ. സോ ഇതിനപ്പുറത്തേക്ക് പകർത്തുന്നു നമ്മുടെ നമ്പർ ലൈൻ പരിപാടി. 0യിൽ 0, ലെസ് ദാൻ 0യിൽ എക്സ് സ്ക്വയർ, ഗ്രേറ്റർ ദാൻ 0യിൽ എക്സ്. ഓക്കെ അല്ലേ മക്കളെ? നോക്കി, ലെസ് ദാൻ 0യേക്കാൾ ചെറുത് വരുമ്പോൾ എക്സ് സ്ക്വയർ, 0യേക്കാൾ വലുത് വരുമ്പോൾ എക്സ്. ഇനി 0യിൽ 0. ഓക്കെ, അപ്പോൾ നമുക്ക് LHL കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു രണ്ട് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ LHLും RHLും സെപ്പറേറ്റ് കണ്ടുപിടിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതേപോലെ RHL ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. മക്കളെ നോക്കിക്കടാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0യുടെ ഇടത് സൈഡിലെ ഫംഗ്ഷൻ, ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ അല്ലേ. നേരെ 0 ഇട്ട് കൊടുക്കടാ എക്സിന് പകരം. അപ്പോൾ എന്ത് വരും? 0 സ്ക്വയർ, 0. അതേപോലെ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 0യുടെ വലത് സൈഡിൽ ആരാടാ? റൈറ്റ് സൈഡിൽ എക്സ്. നേരെ 0 എടുത്ത് എക്സിന് ഇട്ട് കൊടുക്ക്. അപ്പോൾ എന്ത് കിട്ടും? 0. LHLും RHLും ഈക്വൽ ആണ് എന്ന് കരുതി കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫംഗ്ഷൻ വാല്യൂ ഇത് രണ്ട് ഈക്വൽ അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. അയൽക്കാർ ഈക്വൽ അല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്താം. ഇനി അയൽക്കാർ മാത്രം ഈക്വൽ ആയാൽ പോരാ, നമ്മളും ഈക്വൽ ആകണം. ഇതാണ് നമ്മൾ. അപ്പം നമ്മുടെ രണ്ട് അയൽക്കാർ ഈക്വൽ ആയെങ്കിൽ കാര്യമുണ്ടോ? ഇപ്പുറത്തെ ആൾ ഈക്വലായി. ഓക്കെ, ഇപ്പുറത്തെ ആൾ ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് പറയാൻ കണ്ടിന്യൂസ് ആകത്തില്ല റിലേഷൻഷിപ്പ്. ഓക്കെ, ഓർക്കാൻ വേണ്ടിയാണേ. ഇപ്പുറത്താളും കണ്ടിന്യൂസ് ഈക്വലായി. പക്ഷേ നമ്മളും കൂടി ഈക്വൽ ആകുമ്പോഴേ സുഖമായിട്ട് ആ റിലേഷൻഷിപ്പ് ഇപ്പുറത്തെ ആളുകളുടെ കണക്ഷൻ തന്നെ നമ്മളും കൂടി ഈക്വൽ ആണ്. അപ്പം അതിന് വേണ്ടി ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കണം. ഇത് ഈക്വൽ ആണെന്ന് കരുതി കണ്ടിന്യൂസ് എന്ന് എഴുതി വെക്കല്ലേ. സോ ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എയും കൂടെ കണ്ടുപിടിക്കണം. എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 0യിലെ വാല്യൂ ആരാടാ? 0യിൽ ഫംഗ്ഷൻ വാല്യൂ 0 തന്നെ. LHL RHL എഫ് ഓഫ് 0 മൂന്നും ഈക്വൽ ആണ്. അപ്പോൾ എന്ത് എഴുതി വയ്ക്കാം? LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് 0. എല്ലാം 0 തന്നെ കിട്ടി. Therefore f is continuous at x equal to 0. 0യിൽ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 0 അല്ലേ ചോദിച്ചത്? കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 0യുടെ കേസിലാണ് പീസ് വൈസ് ആയിട്ട്, 0യുടെ കേസിലാണ് ലെഫ്റ്റും റൈറ്റും ഒക്കെ വരുന്നത്. അപ്പോൾ 0യുടെ കേസിലുള്ള മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സെറ്റ്.
പിന്നെ ഈ ക്വസ്റ്റ്യൻ്റെ സി പാർട്ട് ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാനാണ് ചോദിച്ചത്. ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാനാണ് ചോദിച്ചത്. അപ്പം നമുക്ക് പറയാം ഇവിടെ ഷാർപ്പ് എഡ്ജ് വരുന്നതുകൊണ്ട് ഡിഫറൻഷ്യബിൾ അല്ല കേട്ടോ. അത് ഇവിടം വരെ ഓക്കെയാണ്. പക്ഷേ ഇവിടെ ഒരു ഷാർപ്പ് എഡ്ജ് വരുന്നതുകൊണ്ട് അത് ഡിഫറൻഷ്യബിൾ ആകത്തില്ല 0യിൽ. എൻ്റെ സി പാർട്ട് അതായിരുന്നു കേട്ടോ. ഞാനത് എനിക്കൊന്ന് മിസ്സായെന്ന് തോന്നുന്നു. ഓക്കെ, സി പാർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ഡിഫറൻഷ്യബിൾ ആണെന്ന് ചോദിച്ചാൽ മക്കൾ എന്ത് പറയാം? ഇവിടെ ഷാർപ്പ് എഡ്ജാണ് വരുന്നത്. സോ അത് ഡിഫറൻഷ്യബിൾ അല്ല. നെക്സ്റ്റ്, ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ്. സാധാരണ പോലെ തന്നെ നമുക്ക് എഴുതാം. നമുക്ക് നമ്മുടെ നമ്പറിലേക്ക് വരയ്ക്കാം. 0യേക്കാൾ ചെറുത് വരുമ്പോൾ സൈൻ എക്സ് ബൈ എക്സ്. അപ്പോൾ ഇവിടെ 0 എഴുതി. 0യേക്കാൾ ചെറുത് വരുമ്പോൾ സൈൻ എക്സ് ബൈ എക്സ്. ഗ്രേറ്റർ ദാനും ഈക്വൽ ടു വരുമ്പോൾ ആരാണ്? എക്സ് പ്ലസ് 1. അപ്പോൾ 0യേക്കാൾ വലുത് വരുമ്പോൾ എക്സ് പ്ലസ് 1, ഈക്വൽ ടു വരുമ്പോഴും എക്സ് പ്ലസ് 1. നമ്പറിലും തുടക്കം തന്നെ വരച്ച് വയ്ക്കുക, പരിപാടി കഴിയും. ഇനി നമുക്ക് എൽ എച്ച് എൽ ആർ എച്ച് എൽ സെപ്പറേറ്റ് കണ്ടുപിടിക്കും. പരിപാടി നോക്കിക്കോണേ. എൽ എച്ച് എൽ എലും ആർ എച്ച് എല്ലും ഈക്വൽ ആണെങ്കിൽ മുന്നോട്ട് പോയാൽ മതി അല്ലേ? ഓക്കെ, എൽ എച്ച് എൽ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യും, പുതിയ പേജിൽ എഴുതാം. മക്കളെ എൽ എച്ച് എൽ കണ്ടുപിടിക്കാൻ പോവാണ്. പിന്നെ ആർ എച്ച് എൽ കണ്ടുപിടിക്കാം. അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ടുപിടിച്ചാൽ മതി. എൽ എച്ച് എൽ എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഏതാടാ 0 മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എല്ലാം ഒരേ മെത്തേഡ് അല്ലേ? എന്ത് രസമാണ് ഇത് ചെയ്യാൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് 0യുടെ ഇടത് സൈഡിലെ ഫംഗ്ഷൻ, ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷൻ ആരാണ്? സൈൻ എക്സ് ബൈ എക്സ്. ഇത് സൈൻ എക്സ് ബൈ എക്സ്. ഈ റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 0യുടെ റൈറ്റ് സൈഡിൽ എക്സ് പ്ലസ് 1. എടാ ഇതെന്ത് സാധനം? ഇവിടെ നേരെ 0 ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. 0 ഇട്ട് കൊടുത്താൽ 0/0 എന്നാൽ കിട്ടും. നിങ്ങൾ 0 എന്നൊന്നും എഴുതി വെച്ചേക്കല്ലേ. എടാ ഇത് +1 പഠിച്ച ഒരു കാര്യമാണ്. ഇനി അറിയാൻ വയ്യാത്തവർ ഇപ്പോഴേ എഴുതി വെച്ചു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കുറച്ച് പേർക്ക് അറിയാം, എനിക്ക് ഉറപ്പുണ്ട്. സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. ഓക്കെ അല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഏത് ഉറക്കത്തിലാണെങ്കിലും ചോദിച്ചാലും നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യമാണ്. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ്. ഇവിടെ 0 വന്നം, ഇത് സൈൻ എക്സ് ബൈ എക്സ് ആണെങ്കിൽ 1 ആണ്. ഇതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് 0 ടാൻ എക്സ് ബൈ എക്സ് 1 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് 0 ആണ്. +1 പഠിച്ച കൺസെപ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഈ സൈൻ എക്സിൻ്റെ കേസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഈ സംഭവം. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോണം. അപ്പോൾ ഇത് കണ്ണും പൂട്ടി നമുക്ക് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് 0 മൈനസോ 0 പ്ലസോ വന്നാലും 0 തന്നെയാണ് ഇവിടെ മീനിങ്. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് എഴുതാം 1. കാരണം എന്താ? +1 പഠിച്ച കൺസെപ്റ്റ്. ഇനി ഇവിടെ 0 ഇട്ട് കൊടുക്കണ അല്ല കേട്ടോ മക്കളെ, ആ റൂളാണ്. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് 1. ഓക്കെ, ഇനി ഇവിടെ 0 ഇട്ട് കൊടുക്കുക. ഇവിടെ റൂളൊന്നുമില്ല. ഇവിടെ 0 എക്സിന് ഇട്ട് കൊടുക്കുക. ഈ 0 എടുത്ത് എക്സിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 0 + 1 എത്ര കിട്ടും? 1. ലെഫ്റ്റും റൈറ്റും സെയിം ആണെങ്കിൽ നമ്മൾ നമ്മുടെ കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എയും കൂടെ കണ്ടുപിടിക്കാം. എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 0 അല്ലല്ലോടെ, ഇവിടുത്തെ പോയിന്റ് ആരാണ്? 0 ആണല്ലേ. എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ മക്കളെ ഈ എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുക. 0യിൽ ഫംഗ്ഷൻ എക്സ് പ്ലസ് 1 ആണ്. 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 0 + 1 എന്ന് പറയുമ്പോൾ 1. അപ്പോൾ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഫംഗ്ഷൻ വാല്യൂം സെയിം ആണ്. കണ്ടല്ലോ, എഫ് ഓഫ് എ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോടാ. ആ പോയിന്റിൽ 0 ആണെങ്കിൽ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 0 + 1. ഓക്കെ, ഇത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ 0യിൽ ഇട്ട് കൊടുക്കുമ്പോൾ 0 + 1 1 കിട്ടും. അപ്പോൾ എൽ എച്ച് എൽ ആർ എച്ച് എൽ എഫ് ഓഫ് എ എന്ന് എഴുതാം, അല്ലെങ്കിൽ എഫ് ഓഫ് 0. 3 ആര് തന്നെ കിട്ടി? 1. Therefore f is continuous. There is no discontinuity ആണ് ചോദിച്ചത്. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല അവിടെ. ദർ ഇസ് നോ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അല്ലെ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ദർ ഇസ് നോ ഡിസ്കണ്ടിന്യൂറ്റി. ഡിസ്കണ്ടിന്യൂസ് ഇല്ല, കാരണം കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദർ ഇസ് നോ ഡിസ്കണ്ടിന്യൂസ്. ഓക്കെ, സേ 2011 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, സേ 2011 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതിയെടുത്തണം മക്കളെ.
ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതിയെടുക്കുക. ഇതും എന്ത് തന്നെയാണ് മീനിങ്? നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നേരത്തെ വരച്ച പോലെ തന്നെ വരയ്ക്കുക. ഈ നോട്ട് ഈക്വൽ ടു വരുമ്പോഴൊക്കെ ചിലർക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ 0, 0യേക്കാളും 0 വരുന്ന കേസിൽ 1, 0 വരുന്ന കേസിൽ 1. കണ്ടല്ലോ ഞാൻ അടയാളപ്പെടുത്തിയത്? ഇതിന് മുകളിൽ കൊണ്ടിട്ട് ഇതിപ്പോൾ മാറ്റി വയ്ക്കട്ടെ. സേ 2011 ചോദിച്ച ചോദ്യം കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കണ വെച്ച് 0യുടെ കേസിൽ 1. ഇനി 0 അല്ലാത്ത കേസിൽ എക്സ് സൈൻ 1/x എന്തോ ആയിക്കോട്ടെ. 0 അല്ലാത്ത കേസ് എന്ന് പറഞ്ഞാൽ 0 ആവുന്ന കേസിൽ 1. അപ്പോൾ 0യുടെ നേരെ 1. നമ്മുടെ അയൽക്കാർ 0 അല്ലാത്ത കേസിൽ ദിവന്മാരുണ്ടും ആരാണ്? എക്സ് സൈൻ 1/xഉം എക്സ് സൈൻ 1/x. ഓക്കെ മക്കളെ, ഇതൊക്കെ ഇതിൻ്റെ ആൻസർ പല ടീച്ചേഴ്സും പല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് ചൂസ് ചെയ്യുക. എൻ്റെ തന്നെ പഠിക്കണമെന്ന് ഞാൻ പറയണമെന്നില്ല. പക്ഷേ ഇങ്ങനെ വരച്ച് വെച്ച് എഴുതണം എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റിലും റൈറ്റിലും ഒരേ ആൾക്കാരാണ് എങ്കിൽ പോലും നമുക്ക് LHL RHL കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് മറ്റേതുപോലെ കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ഇവിടെ ഫംഗ്ഷൻ വാല്യൂ ആയിട്ട് സെയിം ആണെന്ന് നോക്കണമെങ്കിൽ നമ്മൾ LHL RHL സെപ്പറേറ്റ് കണ്ടുപിടിച്ച് നോക്കാം. രണ്ടും ഒരാൾ തന്നെയാണ് എങ്കിലും നമുക്ക് അത് തന്നെ കണ്ടുപിടിക്കാം. LHL ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലേടാ 0. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0യുടെ ഇടത് സൈഡിലെ ഫംഗ്ഷൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0യുടെ ഇടത് സൈഡിൽ ആരാടാ? എക്സ് സൈൻ 1/x. റൈറ്റ് സൈഡിൽ അവൻ തന്നെയല്ലേ? അത് തന്നെ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. എഴുതി പഠിക്കുന്ന പോലെ തന്നെ എഴുതി അങ്ങ് പോയാൽ പോരെ. 0 + f(x) ആരാടാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0യുടെ റൈറ്റ് സൈഡിൽ എക്സ് സൈൻ 1/x. ഓക്കെ, സിമ്പിളായിട്ട് ഇവിടം വരെ എഴുതി. എടാ മക്കളെ, അടുത്തത് എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുക. അതല്ലേ നമ്മുടെ പരിപാടി. ഈ 0 എടുത്ത് എക്സിന് പകരം ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 0 × സൈൻ 1/0. ഈ 1/0 വരുമ്പോഴാണ് ചിലർക്ക് സംശയം, സാറേ അത് ഇൻഫിനിറ്റി അല്ലേ, നോ ഡിഫൈൻഡ് അല്ലേ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 0 × ഇൻഫിനിറ്റി. 0 × ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നോ ഡിറ്റർമിനൻ്റ് ആണ്. അപ്പോൾ ഈ സൈൻ 1/0 എടാ 0 × എന്ത് വന്നാലും 0 തന്നെയാണ്. പക്ഷേ ഇവിടെ 1/0 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി വരും എന്നൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ചിലർക്ക് സംശയമാണ്. എടാ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, സൈൻ എക്സിൻ്റെ വാല്യൂ -1നും 1നും ഇടയ്ക്കായിരിക്കും സൈൻ എക്സിൻ്റെ വാല്യൂ. -1നും 1നും ഇടയ്ക്കാണ് സൈൻ എക്സിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ -1നേക്കാൾ ചെറുതോ 1നേക്കാൾ വലുതോ ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള എന്തോ ഒരു വാല്യൂ അല്ലേ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് നമ്പർ അല്ലേ, ഏതോ ഒരു നമ്പറാണ്. അപ്പോൾ 0 × ഏതോ ഒരു നമ്പർ അത് 0 അല്ലേ. അപ്പോൾ ഈ 0 കൂടുതലൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല, 0 എന്നങ്ങ് എഴുതിയാൽ മതി. കാര്യം മനസ്സിലായല്ലോ? സൈൻ എക്സിൻ്റെ വാല്യൂ -1നും 1നും ഇടയ്ക്കാണ് എന്ന് അറിയാമെങ്കിൽ ഇപ്പോൾ അറിയുക. അപ്പോൾ അതുകൊണ്ട് 0 × ആ വാല്യൂ 0 ആയിരിക്കും. 0 × ഏത് വാല്യൂ 0 അല്ലേ. 0 × ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ മാത്രമാണ് അവിടെ നോട്ട് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആകുന്നത്. അപ്പോൾ അത് ഇത് ഇൻഫിനിറ്റി ആവുകയാണെങ്കിലും ഇത് ഇൻഫിനിറ്റി ആണ്, നോട്ട് ഡിഫൈൻ ആണ്. പക്ഷേ സൈൻ ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്. ആ വാല്യൂ × 0 എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. കാര്യം ഇത്ര അറിഞ്ഞാൽ മതി. റൈറ്റ് സൈഡ് ഇതുപോലെ തന്നെ 0 × സൈൻ 1/0. സോ അതും 0 ആണ്. LHL ഉം RHL ഉം സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ പോയിന്റിലെയും ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കാം. ആ പോയിന്റിൽ ആരാടാ? f(0) അല്ലേ? f(0) ആരാണ്? 1 തന്നെയാണ്. f(0) 1 ആണ്. യെസ്, f(0) 1 ആണ്. കണ്ടല്ലോ, f(0) 1 ആണ് മക്കളെ. f(0) f(a) എന്ന് പറയുന്നത് f(0) ആണ്. f(0) ആ ഫംഗ്ഷനിലെ വാല്യൂ 1 ആണ്. അപ്പോൾ നമ്മുടെ അയൽക്കാർ രണ്ടുപേരും സെയിം ആയി, പക്ഷെ നമ്മൾ സെയിം ആയില്ല. അപ്പോൾ അവരുമായിട്ട് നമ്മൾ ചേരത്തില്ല, അതുകൊണ്ട് കണ്ടിന്യൂസ് അല്ല. കണ്ടല്ലോടാ, ഇവിടെ നമ്മൾ 0 കിട്ടി. പക്ഷേ ഇവിടെ എന്താണ്? ഫംഗ്ഷൻ വാല്യൂ ആണ് ചെക്ക് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ചെക്ക് ചെയ്യണം. ഫംഗ്ഷൻ വാല്യൂ ആരാണ്? അവിടെ 1 ആണ്. സോ 0യിൽ 1 ആണ്. അപ്പോൾ ഇത് ഈക്വൽ ആണ്, പക്ഷേ ഇത് ഈക്വൽ അല്ല. നമുക്ക് എന്ത് എഴുതി വയ്ക്കാം? LHL = RHL നോട്ട് ഈക്വൽ ടു f(0). f(0) അല്ലേ? യെസ്. Therefore f is not continuous at x = 0. 0യിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. മനസ്സിലായ മക്കളെ? 2011 ചോദിച്ചാന്ന് കരുതി വിട്ട് കളയല്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്, വിട്ട് കളയല്. ഓക്കെ, നെക്സ്റ്റ്
ഇംപ്രൂവ്മെന്റ് 2018 ചോദിച്ച ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0? 0യിൽ കണ്ടിന്യൂസ് ആകാത്ത ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. ഇത് കണ്ടിന്യൂസ് അല്ല നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? ഇപ്പം നമ്മൾ എഴുതിയ സംഭവമാണ്. ഇത് കണ്ടിന്യൂസ് അല്ല, 0യിൽ കണ്ടിന്യൂസ് അല്ല എന്ന് പഠിച്ചു. അതല്ലേ ചോദിച്ചത്? ഓ സോറി. ഇത് കണ്ടിന്യൂസ് അല്ല എന്നല്ലതേ, ഇവിടെ ചെറിയൊരു സംഭവം അവർ തിരുത്തി തന്നിട്ടുണ്ട് മക്കളെ. ഇവിടെ 0 ആണ്, നമ്മൾ എഴുതിയതിനകത്ത് 1 ആണ്. ഞാൻ പെട്ടെന്ന് ധൃതിക്ക് എഴുതിയതേ. ഇവിടെ 1 ആണ് നമ്മൾ എഴുതിയത് അല്ലേ? പക്ഷെ അവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടല്ലോ 0. അപ്പോൾ എന്ത് പറയാം? LHL ഉം RHL ഉം ആ പോയിന്റിലും ആര് തന്നെയാണ്? ഈക്വൽ ആണ്. കണ്ടല്ലോ മക്കളെ, വ്യത്യാസം കണ്ടല്ലോ. ഇവിടെ ആരാണ്? ഇവിടെ 1 ആയിരുന്നെങ്കിൽ നമ്മൾ പറയും LHL ഉം RHL ഉം ഈക്വൽ ആണ്. പക്ഷേ നമ്മൾ ആ 1 എന്ന് പറയണ അത് 0യിലും 1 ആണ്. പക്ഷേ അവിടെ 3ഉം ഈക്വൽ ആണ്. ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0 ആയിരുന്നെങ്കിൽ ഈക്വൽ ആയാലേ. അപ്പോൾ ഇവർ തന്നിരിക്കുന്ന അനുസരിച്ച് നോക്കിയടാ 0 ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ചെറിയൊരു ചേഞ്ച് ആണ്. ഇവിടെ 1 ആണ് നമ്മൾ ചെയ്തത്. 1 ആകുമ്പോൾ കണ്ടിന്യൂസ് അല്ല, പക്ഷേ 0 ആണ്, അത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണെന്ന് അറിയാം. ഇത് കണ്ടിന്യൂസ് ആണ് നമ്മൾ ചെയ്തില്ലേടാ, sin x by x. അതല്ലേ നമ്മളിപ്പോൾ ചെയ്തത്, സെയിം ക്വസ്റ്റ്യൻ. അവിടെ നോട്ട് ഈക്വൽ ടു sin x by x തന്നേ ഉള്ളൂ മക്കളെ. ഇത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്? ഇത് നോക്കിയേ, 0യിലല്ലേ, 0യിൽ 1, ലെഫ്റ്റിൽ sin x by x, റൈറ്റിലും sin x by x. നോക്കിയടാ, നമ്മുടെ മറ്റേ LHL ഇട്ട് കൊടുക്കുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് ഇത് 1 ആയില്ലേ. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് 1 ആയില്ലേ, നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച്, നമ്മുടെ റൂള്. അപ്പോൾ ഇവിടെ 1, ഇവിടെ 1, ആ പോയിന്റിലും 1, അത് കണ്ടിന്യൂസ്. ഇനി sin x കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലേ, നമുക്ക് പേന എടുക്കാതെ വരയ്ക്കാമല്ലോ, കണ്ടിന്യൂസ്. യെസ്, അത് 3ഉം കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് അല്ലാത്ത ഏതാണ്? ഇതാണ് കണ്ടിന്യൂസ് അല്ലാത്തത്. അപ്പോൾ നമുക്ക് പറയാം ഇതാണ് കണ്ടിന്യൂസ് അല്ലാത്തത്. അപ്പോൾ ആൻസർ ഇതാണ്. ഇനി അത് കണ്ടിന്യൂസ് ആകാത്തതിൻ്റെ കേസ് എന്താടാ? ഇതുമായിട്ട് എന്താ വ്യത്യാസം? നിങ്ങൾ നോക്കിയേ, ഇതുമായിട്ട് രണ്ടും ഒരേപോലെ ഇരിക്കും അല്ലേ? ഇതുമായിട്ട് എന്താ വ്യത്യാസം? എടാ, ഇത് 0 ഇൻറ്റു വന്നുകൊണ്ടാണ് 0 ആയത്. പക്ഷേ ഇവിടെ 0 ഇൻറ്റു ഇവിടെ x ഇൻറ്റു എന്ന് വന്നിട്ടില്ല. സൈൻ ഇത് 1/0 എന്ന് വരും. അപ്പോൾ സൈൻ എന്തോ ഒരു വാല്യൂ, അത് -1നും 1നും ഇടയ്ക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് എന്തോ ഒരു വാല്യൂ ആണ്, നമുക്ക് അറിയാൻ മേല. കറക്റ്റായിട്ട് ആ പർട്ടിക്കുലർ വാല്യൂ അല്ലാത്തതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് കണ്ടിന്യൂസ് അല്ലാത്തത്. സോ അത്രയും അറിഞ്ഞാൽ മതി. അവിടെ x ഇൻറ്റു എന്ന് വന്നിരുന്നെങ്കിൽ നമ്മൾ പറയും 0 എന്ന് പറയും. അവിടെ 0 ഇൻറ്റു എന്ന് എന്നാൽ നമുക്ക് പറയാം 0 എന്ന് പറയാം. പക്ഷെ അവിടെ ആ എക്സ് ഇല്ലാത്തതുകൊണ്ട് ഇതൊരു 1/0 എന്ന് കിട്ടും. അതൊരു നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ്റെ അകത്ത് വരും. സോ സൈൻ അതെന്ന് പറയുന്ന ഏത് വാല്യൂ എന്ന് നമുക്ക് അറിയത്തില്ല. സോ അത് കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, മാർച്ച് 2006 ചോദിച്ചൊരു ചോദ്യം. ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തെരഞ്ഞു പിടിച്ച് വന്നിരിക്കും. കാരണം ഇവർ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിച്ചോട്ടെ, നമ്മൾ തോറ്റു കൊടുക്കരുത്. അതുകൊണ്ട് ഞാൻ മാക്സിമം തെരഞ്ഞു പിടിച്ച് ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നിന്ന് ചിരണ്ടി എടുത്തതാണ്. സിമ്പിൾ പരിപാടിയാണ്, സിമ്പിൾ പരിപാടി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമുക്ക് ഗ്രാഫ് നമ്പർ ലൈൻ വരയ്ക്കാം. 0യിൽ 2, 0 അല്ലാത്ത കേസിൽ ഇവൻ തന്നെ ആരാണ്? sin x by x പ്ലസ് കോസ് എക്സ്. ഇപ്പുറത്തും ആരാണ്? sin x by x പ്ലസ് കോസ് എക്സ്. ഇത് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം മക്കളെ. കണ്ടല്ലോ ഇവിടെ, പ്രൂവ് ദാറ്റ് എന്ത് കണ്ടിന്യൂസ് അറ്റ് x = 0. x = 0യിൽ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സെപ്പറേറ്റ് എടുത്തോ. LHL മക്കളെ, ഇടയ്ക്കിടയ്ക്ക് ചുമയും പിന്നെ ഈ ജലദോഷത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പറയുക. ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ക്ഷമ ചോദിക്കുന്നു. വേറെ വഴിയില്ലടാ എനിക്ക്. കാരണം നിങ്ങൾക്ക് ഒന്ന് പഠിപ്പിക്കുകയും വേണം. ഇത് മാറിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പോവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ LHL RHL നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 0യിലല്ലേ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് f(x). 0യുടെ ലെഫ്റ്റ് സൈഡ്, ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് f(x). അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0യുടെ ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷൻ ആരാടാ? 0യുടെ ലെഫ്റ്റ് സൈഡിൽ sin x by x പ്ലസ് കോസ് എക്സ്. നല്ല പരിപാടി. ഓക്കെ, അവരെന്ത് വേണേലും ചോദിച്ചോട്ടെടാ. sin x by x പ്ലസ് കോസ് എക്സ്. അപ്പോൾ ഈ പ്ലസ് ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ലിമിറ്റ് രണ്ടെണ്ണത്തിന് കൊടുത്തോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് sin x by x, ലിമിറ്റ് ഇതിനും കൊടുക്കുക, ലിമിറ്റ് ഇതിനും കൊടുക്കുക, പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് കോസ് എക്സ്.
ഓക്കെ അല്ലേ? ഒന്നുകൂടെ വ്യക്തമായിട്ട് എഴുതാം. ലിമിറ്റ് രണ്ടിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുവാണേ. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 മൈനസ് സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 മൈനസ് കോസ് എക്സ്. ഇതെന്താണ് മക്കളെ? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് കാണുമ്പോഴേ ഞാൻ പറയും കണ്ണടച്ച് എഴുതിക്കോണം എന്താണ് 1. ഇനി പ്ലസ് ഈ 0 എടുത്ത് നേരെ എക്സിന് പകരമിട്ട് കൊടുക്കുക. കോസ് 0. കോസ് 0 എത്രയാടാ? കോസ് 0 സൈൻ 0 0 ആണ്. കോസ് 0 1. 1 + 1 2. ഇനി കോസ് 0 അറിയാമെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുക്കുക. എന്നിട്ട് അതിനകത്ത് ചുമ്മാ കോസ് 0 എന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈക്വൽ ടു അടിക്കുക. അപ്പം അവർ കാണിച്ചു തരും 1. കണ്ടല്ലോ? ഇത് അറിയാമെങ്കിൽ ടേബിൾ അറിയാമെന്ന് പറഞ്ഞിരിക്കില്ല കേട്ടോ. ഇതൊക്കെ സംശയം ഉണ്ടെങ്കിൽ അപ്പോഴേ കാൽക്കുലേറ്റർ കയ്യിലുണ്ട്, നേരെ അടിച്ചു കൊടുത്തു. അതേപോലെ ഇവിടെയും ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് 0യുടെ റൈറ്റ് സൈഡിൽ ആര് തന്നെ? ഇവൻ തന്നെയാണ് അല്ലേ? സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ്. അപ്പോൾ ഇട്ട് കൊടുത്തേടാ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 പ്ലസ് സ്പ്ലിറ്റ് ചെയ്യുവാണേ സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 കോസ് എക്സ്. അവിടെ ആര് തന്നെ ആയിക്കൂടാ? ഇത് ഫുള്ള് 1 ആകത്തില്ലേ? യെസ്. ഇത് 1 പ്ലസ് ഇതെന്തായി മാറി? 0 ഇട്ട് കൊടുക്കുമ്പോൾ കോസ് 0. 1 + 1 എന്ത് കിട്ടി? 2 കിട്ടി. ഓക്കെ, അത് രണ്ടുമായി. ഇനി എന്താണ്? ഫംഗ്ഷൻ വാല്യൂ വേണം അല്ലേ? ഫംഗ്ഷൻ വാല്യൂ എന്താണ് മക്കളെ? ലെഫ്റ്റും റൈറ്റും സെയിം ആയി. ഇവന്മാരും 2 ഇവന്മാരും 2. ആ ഫംഗ്ഷനിലും ആര് തന്നെയാണ്? 2. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് 0 എന്താടാ? എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 2 ആണ്. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 2. അപ്പോൾ എന്ത് പറയാം? LHL-ഉം RHL-ഉം നമ്മുടെ ഫംഗ്ഷൻ വാല്യൂവും സെയിം ആണ്. therefore f is continuous. തെളിയിക്കാനാണ് നമ്മൾ തെളിയിച്ചു. ഓക്കെ, therefore നമുക്ക് എഴുതി വയ്ക്കാം. therefore LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് 0. 3 പേര് എന്താണ്? 2 ആണ്. therefore f is continuous at x equal to 0 അല്ലേടാ? x equal to 0. hence proved. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു മക്കളെ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മക്കളെ, പഠിച്ചു വെച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. വിട്ടുകളയിൽ ഏകദേശം 1 hour ആകാറായി അല്ലേ? ഓക്കെ, നമ്മുടെ കണ്ടിന്യൂറ്റിയുടെ ഫസ്റ്റ് പോർഷൻ കഴിയാറ്. സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. മക്കളെ ഇത് സിമ്പിൾ പരിപാടി. ഇതേ നമ്മൾ ഉടനെ നമ്മുടെ ഗ്രാഫ് വരച്ചു. 0യിൽ -1 ഇപ്പം ചെയ്ത പോലെ തന്നെ. 0 അല്ലാത്ത കേസിൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഇപ്പുറത്തും ആര് തന്നെയാണ്? സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഓക്കെ അല്ലേ? LHL RHL സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കടാ. 0യിൽ ആരാണ്? -1. LHL കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ എന്ത് വരും? സൈൻ 0 മൈനസ് കോസ് 0. ഞാനത് ചെയ്യണോടാ മക്കളെ? സമയം കളഞ്ഞ് ചെയ്യണോ? സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. വേണമെങ്കിൽ ഇതിൻ്റെ ആൻസർ കീ വേണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ ഹോംവർക്ക് എടുത്ത് തരാം. ഇതിൻ്റെ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് ഇതിൻ്റെ ആൻസർ ഞാൻ ഫോട്ടോ എടുത്തിടാം. ഇമേജ് ആയിട്ട് ഞാൻ വേണമെങ്കിൽ പെട്ടെന്ന് ഇടാം. പെട്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് ഹെൽപ്ഫുൾ ആവും. വേണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇവിടെ 0 ഇട്ട് കൊടുക്കുമ്പോൾ സൈൻ 0 0 ആണ്, മൈനസ് കോസ് 0 1 ആണ്. 0 - 1 ഇവിടെ -1 കിട്ടും. ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 0 - 1 അവിടെ 0 - 1 -1 ആണ്. -1 -1 കണ്ടിന്യൂസ്. ഇത് ആൻസർ എഴുതാൻ നമുക്ക് നമ്മളെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ മക്കളെ? സിമ്പിൾ പരിപാടി. ഓക്കെ, ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്തു. ഇതൊക്കെ ഹോംവർക്ക് ആയിട്ട് 2022 ചോദിച്ച ചോദ്യമാണ്. വരയ്ക്കാൻ അറിയാലോ? ഇങ്ങനെ വരച്ച് നോക്കുക. 2 വലുത് വരുമ്പോൾ x³ - 3, 2 ചെറുത് വരുമ്പോൾ x² + 3. ഇവിടെ ആരാണ്? x² + 3. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വീണ്ടും ഹോംവർക്ക്. ഇതിൻ്റെയൊക്കെ ആൻസർ വേണമെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. ഒരു PDF പോലെ ഞാൻ ഇടാം. ആൻസർ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇതെന്താണ്? ജൂലൈ 22, മാർച്ച് 22. ഇതും അതേപോലെ തന്നെ വരയ്ക്കുക. നമ്പറിലേയും വരച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇവിടെ 3 ആണ്. 3യിലാണ് ചേഞ്ച്. 3 വലുത് വരുമ്പോൾ x² + 1, 3 ചെറുത് വരുമ്പോൾ 3x + 1. 3യിലും ആര് തന്നെയാണ്? 3x + 1.
എൻ്റെ കൂടെ പഠിച്ചു പോണ മക്കളുണ്ടെങ്കിൽ നിനക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ മക്കളെ? നിനക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇത് ഹോംവർക്ക് 2021 സെയിൽ ചോദിച്ചത് കേട്ടോ. അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടോടാ, ആ ഫംഗ്ഷൻ മാത്രമേ മാറത്തുള്ളൂ. നമ്മൾ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. സോ അവരെന്ത് വേണമെങ്കിലും ചോദിച്ചോട്ടെ, നമ്മൾ എഴുതും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. ഇത്രയും പഠിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് എല്ലാ കൺസെപ്റ്റും കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഒരു വല്ലാത്തൊരു വൃത്തികെട്ട ക്വസ്റ്റ്യൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ വൃത്തികെട്ട ക്വസ്റ്റ്യൻ ഒന്നുമല്ല, നല്ല രസമുള്ള ക്വസ്റ്റ്യൻ. അതെ, നമ്പറിലേ മരിച്ചു. എടാ മക്കളെ, ഇവിടെയുള്ള ചേഞ്ച് ആരൊക്കെയാണ് ഇവിടെ ഉള്ളത് നോക്കിയാൽ -3 ഉണ്ട്, പിന്നെ 3 ഉണ്ട്, 2 പോയിന്റ്സ് ഉണ്ട്. സാധാരണ 1 പോയിന്റ്സ് ആയിരുന്നത്, ഇവിടെ 2 പോയിന്റ്സ് ഉണ്ട്. അത്രയാണ് വ്യത്യാസം. അപ്പം നമുക്ക് -3 ഉണ്ട്, 3 ഉണ്ട്, അതല്ലേ? അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഇത് ഇവിടെ -3 വരയ്ക്കുക, ഇവിടെ 3. -3 ആണോ 3 ആണോ വലുത്? 3 ആണ് വലുത്. അപ്പോൾ 3 ഞാൻ റൈറ്റ് സൈഡിൽ വരച്ചു, അതിനേക്കാളും ചെറുതായിട്ടുള്ളതുകൊണ്ട് -3 ഇപ്പുറത്ത് വരച്ചു. ഇനി പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, -3യേക്കാൾ ചെറുത് വരുമ്പോൾ mod x + 3, -3യേക്കാൾ ചെറുതോ ഈക്വൽ ടു വരുമ്പോൾ ആരാണ്? mod x + 3. അപ്പോൾ ഇപ്പുറത്ത് mod x + 3, -3യോട് ഈക്വൽ ടു വരുമ്പോഴും ആര് തന്നെയാണ്? mod x + 3. അപ്പോൾ അതിൻ്റെ മുകളിൽ കൊണ്ടാണ് ഞാൻ mod x + 3. ഇനി -3യേക്കാളും -3ക്കും 3ക്കും ഇടയ്ക്ക് കണ്ടല്ലോ. ഇതിൻ്റെ മീനിങ് എന്താണ്? -3ക്കും 3ക്കും ഇടയ്ക്കാരാണ് -2. കണ്ടല്ലോ, -3ക്കും 3ക്കും ഇടയ്ക്കാരാണ് -2. അതാണ് ഇതിൻ്റെ മീനിങ്. -3 x 3 എന്ന് പറഞ്ഞാൽ -3ക്കും 3ക്കും ഇടയ്ക്കാരാണ് -2x. കണ്ട, അതാണ് ഈ നമ്പറിലെ വരയ്ക്കണതിൻ്റെ ഗുണം. ഓക്കെ. ഇനി -3യേക്കാളും വലുത് വരുമ്പോൾ ആരാണ്? 6x + 2. 3യേക്കാൾ വലുത് വരുമ്പോൾ 6x + 2. 3യോട് ഈക്വൽ ടു വരുമ്പോൾ ആര് തന്നെയാണ്? 6x + 2. ഇത്രയും വരച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഓരോ സ്ഥലത്തെയും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് -3യിലെ കാര്യമാണ്. എടാ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ അറിയാം. ഇത് 2 കൺസെപ്റ്റും കൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. -3യിലും 3യിലും കണ്ടുപിടിക്കണം. ഇത്രയുള്ള പരിപാടി. ഇതാണ് ഞാൻ പറയുന്നത്. ചിലർക്ക് ഇത് കാണുമ്പോഴേ ടഫാ. ഒന്നുമില്ല, -3യിലും 3യിലും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. ആദ്യം ഞാൻ at x = -3 2 ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു എഫക്റ്റ്, അത്രേ ഉള്ളൂ. at x = -3. എടാ, -3യുടെ LHL ഉം RHL ഉം കണ്ടുപിടിക്കണം. ആദ്യം LHL ലിമിറ്റ് x → -3 അല്ലേ? ഓക്കെ. -3യുടെ ലെഫ്റ്റ് -3 - f(x) കണ്ടുപിടിക്കണം. അതേപോലെ RHL ലിമിറ്റ് x → -3 + f(x) കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എന്ത് വരുടാ? ലിമിറ്റ് x → -3 -3യുടെ ലെഫ്റ്റ് സൈഡിൽ ആരാടാ? -3യുടെ ലെഫ്റ്റ് സൈഡിൽ mod x + 3. mod x + 3. ആ mod xന് പകരം ആ -3 ഇട്ട് കൊടുക്കും. ഇത്രയുള്ള പരിപാടി. അപ്പോൾ mod -3 + 3 എന്ത് വരടാ? -3യുടെ മോഡുലസ് എന്ന് പറയുമ്പോൾ +3 ആയി. 3 + 3 3 + 3 6 കഴിഞ്ഞു. അടുത്ത് ഇവിടെ ലിമിറ്റ് x → -3 -3യുടെ റൈറ്റ് സൈഡിൽ ആരാടാ? -3യുടെ തൊട്ട് റൈറ്റ് സൈഡിൽ, ഇവനെ എടുക്കല്ലേ, ഇത് 3യുടെ റൈറ്റ് സൈഡാണ്. ഇത് -3യുടെ തൊട്ട് റൈറ്റ് സൈഡിൽ -2x. ആ -3 എടുത്ത് നേരെ ആ എക്സിന് പകരം ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? അവിടെ -3 ആണേ, -3 എന്നുള്ളതാണ് ആ വാല്യൂ കേട്ടോ. അപ്പോൾ എന്ത് വരും? -2 × -3 -3യും -2ഉം -3യും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 6. കൊള്ളാലോ. LHL ഉം RHL ഉം ഈക്വലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനിൽ ആ പോയിന്റിലെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി f(a) കൂടെ കണ്ടുപിടിക്കണം അല്ലേ? f(a) എന്ന് പറയുമ്പോൾ ഇവിടുത്തെ -3 എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. മോഡിൻ്റെ അകത്ത് -3 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? f(-3) കണ്ടുപിടിക്കാം. f(-3) എന്ന് പറയുമ്പോൾ മോഡിൻ്റെ അകത്ത് -3 ഇട്ട് കൊടുക്കുക. കണ്ടല്ലോടാ, അടുത്ത ഫംഗ്ഷൻ ആരാണ്? -3 ഇട്ട് കൊടുത്ത് നേരെ മോഡിനകത്തേക്ക് ഇട്ട് കൊടുത്തു. -3 + 3 -3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആകും. 3 + 3 6. LHL ഉം RHL ഉം f(a)യും ഈക്വൽ ആണ്. നമുക്ക് എന്ത് എഴുതി വയ്ക്കാം? കണ്ടിന്യൂസ് ആണ്. LHL = RHL = f(a). എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? f(-3) അല്ലെ? f(a) എന്ന് എഴുതിക്കോ, നോ പ്രോബ്ലം. f(-3) മൂന്നും ആര് തന്നെ കിട്ടി? 6 തന്നെ കിട്ടി. Therefore f is continuous.
therefore f is continuous at x equal to -3. അപ്പം -3യിൽ നോ പ്രോബ്ലം. -3യിൽ നല്ല കിടിലൻ റിലേഷൻഷിപ്പാണ്. ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ എല്ലാവരും ഒരേ ആൾക്കാരാണ്. നോ പ്രോബ്ലം. ഇനി നമുക്ക് 3യിലെ കണ്ടുപിടിക്കാം. 3യിലെ ആൾക്കാർ എങ്ങനെയാണെന്ന് അറിയണ്ടേ? 3യിലെ കണ്ടുപിടിച്ച് നോക്കാം. അറ്റ് എക്സ് ഈക്വൽ 3 എന്ന് ഹെഡിങ് കൊടുക്കുക. അതേപോലെ LHL RHL ഇതേ സെയിം സംഭവം തന്നെ വീണ്ടും 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 റിപ്പീറ്റ്. നമുക്ക് മടുക്കണ വരെ അങ്ങനെ ചെയ്യണം. ആദ്യം LHL ലിമിറ്റ് എക്സ് ടെൻസ് ടു 3യുടെ ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷൻ ഇവിടെ RHL ലിമിറ്റ് എക്സ് ടെൻസ് ടു 3യുടെ റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ രണ്ടും കണ്ടുപിടിച്ച് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് 3യുടെ ലെഫ്റ്റ് സൈഡിൽ ആരാടാ? 3യുടെ ലെഫ്റ്റ് സൈഡിൽ -2x. അതേപോലെ ഇവിടെയോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് 3യുടെ റൈറ്റ് സൈഡിൽ ആരാടാ? 3യുടെ റൈറ്റ് സൈഡിൽ 6x + 2. ആഹാ, കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് രസം. ഇനി നമ്മുടെ ആ 3 എടുത്ത് നേരെ എക്സിന് പകരം ഇട്ട് കൊടുക്കുക. -2 × 3, അപ്പോൾ ഇത് -6. ഇനി ഇവിടെയും ഈ 3 എടുത്ത് നേരെ ഇവിടെ എക്സിന് പകരം ഇട്ട് കൊടുക്കുക. അപ്പോൾ 6 × 3 + 2, 6 × 3 18 + 2 എത്ര കിട്ടും? 20 കിട്ടും അല്ലേ? 3 ഇട്ട് കൊടുക്കുമ്പോൾ 6 × 3 18, 6x + 2 തന്നെയല്ലേ? യെസ്, 6 × 3 18, 18 + 2 20. അയൽക്കാർ രണ്ടും രണ്ടല്ലേ? അപ്പോഴേ അവിടെ വെച്ച് നിർത്താം. ഇനി നമുക്ക് മറ്റേത് കണ്ടുപിടിക്കണം നിർബന്ധമില്ല, കാരണം ഇവന്മാരെ തന്നെ തെറ്റിപ്പോയി. കണ്ടല്ലോടാ, LHലും RHലും ഈക്വൽ അല്ല. എടാ മക്കളെ, ഞാൻ പറഞ്ഞത് ക്വസ്റ്റിനിൽ തന്നെ ഇട്ട് കൊടുത്ത് നോക്കാം. അതെ, ഇവിടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കുക. -3 എന്ന് പറയുമ്പോൾ ഇവിടെ 6 കിട്ടും. ഇവിടെ -3 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 6 കിട്ടും. ഇവിടെ -3 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 6 കിട്ടും. സോ ഇവിടെ കണ്ടിന്യൂസ് ആണ്. ഇവിടെ നോക്കിയേ, 3 ഇട്ട് കൊടുത്തു, 2 × 3 -6. ഇവിടെ 3 ഇട്ട് കൊടുത്തു, 6 × 3 18 + 2 20. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് അല്ല. നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. അപ്പോൾ എന്ത് പറ്റി? ഇവിടെ നമുക്ക് എന്ത് എഴുതി വെക്കാം? therefore LHL not equal to RHL. therefore F is not continuous at x equal to 3. x equal to 3യിൽ കണ്ടിന്യൂസ് അല്ല എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആൻസർ ആയി. മക്കളെ ഓക്കെ അല്ലേടാ മക്കളെ? അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, കുറേ വർഷം ചോദിച്ച് ഞാൻ കണ്ടല്ലോ, കാണിച്ചു തന്നല്ലോ, ചോദിച്ചാൽ ഇത്രേ എഴുതി വെച്ചാൽ മതി. കൺസെപ്റ്റ് നിങ്ങൾ പക്ക ക്ലിയർ ആയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാ ക്വസ്റ്റ്യനും എഴുതുക. നിങ്ങൾ വീണ്ടും എഴുതി പഠിക്കേണ്ട കാര്യമൊക്കെ ഞാൻ പറയാം. എന്നെ ഫോളോ ചെയ്തതിൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി. ഞാൻ എങ്ങനെ പഠിക്കണം എന്നുള്ളത് പറയാം. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മൊത്തം എഴുതുക, എൻ്റെ കൂടെ തന്നെ എഴുതുക. അതിനുശേഷം എഴുതി പഠിക്കുന്ന ഒരു തവണയും കൂടെ വീണ്ടും വൈകുന്നേരം എങ്ങാനും എഴുതുക. ഈ നോട്ട്ബുക്കിലെ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ വേറൊരു പേപ്പറിലേക്ക് എഴുതിയിട്ട് തന്നെ എഴുതാൻ പറ്റുമോ നോക്കുക. അപ്പോൾ നമുക്ക് കാൽക്കുലസ് നന്നായിട്ട് ക്രാക്ക് ചെയ്യണം മക്കളെ. ധൈര്യമായിട്ടിരി, ഞാനല്ലേ പറയണത്. അപ്പോൾ മക്കളെ, ക്ലാസ് ഇഷ്ടപ്പെട്ടോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ മക്കളെ ഒരു ലൈക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് കമൻ്റ് ആയിട്ട് പറയുക. മനസ്സിലാവുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. സ്പീഡ് കുറയ്ക്കണമെങ്കിൽ സ്പീഡ് കുറയ്ക്കണം, എന്ത് വേണേലും പറയാം. ഓക്കെ, അത് കാണുമ്പോഴാണ് മക്കളെ, ഞാൻ പറഞ്ഞില്ലേ, പനിയായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ താല്പര്യം തോന്നുന്നത്. സോ മാക്സിമം കുട്ടികൾക്ക് അയച്ചു കൊടുക്കുക. കിടിലനായിട്ട് നമുക്ക് മാർക്ക് വാങ്ങാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ.